വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പാലൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഈ പാലൈസ് വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വീട്ടിൽ തന്നെ ആ ഒരു ടേസ്റ്റി, ആ പഴയ കാലം നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ആ പാലൈസിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി വെള്ളം ഒഴിക്കാത്ത പാലാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. നമ്മൾ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. ഞാനൊരു പാക്കറ്റിലെ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 ലിറ്റർ പാലൊക്കെ വരും. അപ്പോൾ ഈ പാല് നല്ല ഒന്ന് ചൂടായി വരണം. അതിന് മുമ്പിട്ട് നമുക്ക് ഈ പാലിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് നമുക്ക് കുറച്ച് പാൽപ്പൊടി ഒന്ന് കലക്കി എടുക്കണം. പാൽപ്പൊടി നമുക്കൊരു 3 ടീസ്പൂൺ വരെ നമുക്കാകാം. ഇനി അത്യാവശ്യം പഞ്ചസാര ചേർത്ത് കൊടുക്കും. നമുക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ ഐസ് തണുക്കുന്ന സമയം മധുരം കുറച്ചൊക്കെ കുറയും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം. കണ്ടൻസ് മിൽക്ക് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. ഞാനിവിടെ അത് ചേർക്കുന്നില്ല. അപ്പോൾ ഈ പാല് നല്ല ഇനിയൊന്ന് തിളയ്ക്കണം. നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ 3 ടീസ്പൂൺ പാൽപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഞാൻ കുറച്ച് പാല് ചൂടായപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് അതിലോട്ട് ഒന്ന് കലക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ഈ പാലൊന്ന് നല്ല ഒന്ന് തിളയ്ക്കാറായി വന്നപ്പോഴത്തേനും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ഒന്ന് ഇളക്കി നല്ലൊന്ന് വറ്റിച്ചെടുക്കുക. അതിന് ശേഷം വേണം നമുക്ക് വേറെ ഇൻഗ്രീഡിയൻസുകൾ ചേർത്ത് കൊടുക്കാൻ. ഒരു 2 ടീസ്പൂൺ വരെയൊക്കെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഞാൻ അതും ഇവിടെ ചേർക്കുന്നുണ്ട്. അത് നമ്മൾ 1 ഗ്ലാസ് പച്ചവെള്ളത്തിലാണ് കലക്കി എടുക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാനില എസൻസ് അല്ല ചേർക്കുന്നത്. ഞാനിവിടെ ഏലക്കാടെ അതിൻ്റെ അരി എടുത്തിട്ട് അതൊന്ന് ചതച്ചാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വേറൊന്നും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലവർ കലക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. പാല് നല്ല തിളച്ച് വറ്റിയതിന് ശേഷമാണ് ഞാനിത് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പച്ചക്കുത്തലെല്ലാം മാറിയതിന് ശേഷം നമുക്കിതൊന്ന് തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിതിൻ്റെ പച്ചക്കുത്തലൊന്ന് മാറ്റിയെടുക്കാൻ. അപ്പോഴത്തേനും ഇത് നല്ല ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിന് വേണ്ടി ഒരു മോൾട്ട് എടുക്കണം. ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും. വലിയ വിലയൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇത് മേടിക്കാൻ പറ്റും. ഇതേപോലെ നമ്മുടെ കമ്പൈസിൻ്റെ സ്റ്റിക്കും കൂടെ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് വെച്ച് വേണം നമുക്കിത് തയ്യാറാക്കാൻ. അപ്പോൾ നമുക്കിതിലേക്ക് ഇത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഗ്ലാസ്സിലൊക്കെ വെച്ചിട്ടായാലും നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്തെല്ലാം നമുക്കിത് ഒഴിച്ചെടുക്കാം. അതേപോലെ തന്നെ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കിടന്ന് ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അതെല്ലാം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് തണുത്തിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഐസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 30 സെക്കൻഡ് നമുക്കിത് വെള്ളത്തിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ ആ ഒരു മോൾട്ടിൽ നിന്ന് ഊരി വരാൻ ഭയങ്കര പാടായിരിക്കും. നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പിൽ ഇത് കിട്ടത്തില്ല. അപ്പം നമുക്കിത് ഇതിൽ നിന്ന് ഊരിയെടുക്കാം. എല്ലാവരും ഫീഡ്ബാക്ക് തരിക. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം.